പടവലങ്ങയാണ്, 1/2 കിലോ പടവലങ്ങ. അപ്പം ഇതിൻ്റെ ഈ ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പം ഇന്ന് ചോറിന് പടവലങ്ങ കൊണ്ടൊരു കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം അതിൻ്റെ മീതിയുള്ള ആ വെളുത്ത ഒരു അതൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ. ഇതിൻ്റെ ഈ കുരുകളൊക്കെ കളഞ്ഞെടുക്കാം. കുരു കണ്ട, ചിലപ്പോൾ കുരു ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുരു ചേർക്കണില്ല. ഒക്കെ ഒന്ന് കളഞ്ഞ് കഷ്ണാക്കി എടുക്കാം. നമ്മുടെ പടവലങ്ങയൊക്കെ മുറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി എടുത്തതിൻ്റെ അതിൻ്റെ കുരുവാണ്. ചെറിയ ഉള്ളി ചതച്ചെടുത്തത്, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളി, കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറിക്ക് തയ്യാറാക്കാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് വെളിച്ചെണ്ണ, നമുക്ക് ചതച്ചെടുത്ത ഉള്ളി എനിക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 ചെറിയ സ്പൂണ് തുവരപ്പരിപ്പാണ്, കുതിർത്തിയെടുത്തതാണ്. നമുക്കൊരു നുള്ള മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണ് മുളക് പൊടി, നമ്മുടെ ഒരു തക്കാളി, ഒരു തണ്ട് കറിവേപ്പില. ഇത് നല്ല രീതിയിൽ എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാതെ ഇതിൽ പടവലങ്ങയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു കുറുന്നനെയുള്ള ടൈപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കണത്. ഒരു 3 സ്പൂണ് വെള്ളം ഒഴിച്ചു. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പടവലങ്ങയിലുള്ള വെള്ളം തന്നെ ഇതിൽ ആയി വരുന്നുണ്ട് കേട്ടോ. അടച്ചു വെച്ച് വേവിക്കാം.
പടവലങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, എങ്കിലും ഒരു 4 മിനിറ്റ് കൂടെ വെന്ത് വരണം. ഏകദേശം നമ്മുടെ കറിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റീലിൻ്റെ ഇതുകൊണ്ട് ഇളക്കിയിടുമ്പോൾ മെല്ലെ ഇളക്കിയിടണം, പാനായതുകൊണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഏകദേശം പാകമായി വന്നു. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കറി വാങ്ങാൻ പോവുകയാണ്. നമുക്ക് ഒരു ഏതെല്ലാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചോറിന് സൂപ്പറാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ വെച്ച് നോക്കിക്കോളൂ. ഓക്കേ.